ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണമാണ് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സേനാ മേധാവിമാരെയും ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടന്നത്. സംയുക്ത സേനാ തലവൻ മുഹമ്മദ് ബാഗേരി, ഇറാൻ വിപ്ലവ ഗാർഡ് IRGCയുടെ തലവൻ ഹുസൈൻ സലാമി, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരായ ഫരീദോൻ അബ്ബാസി, മുഹമ്മദ് മഹദി തെഹ്റാൻചി, അബ്ദുറഹിം മിനോഷഹർ, അഹമ്മദ് റസ സൊൽഫഗാരി എന്നിവരെല്ലാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. സിവിലിയൻ മേഖലയിലും ആക്രമണമുണ്ടായതായും സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ സൈന്യവും പരമോന്നത നേതാവ് അലി ഖാംനെയും. ആക്രമണം നടന്ന 5 മണിക്കൂറിനകം ഇസ്രായേലിന് നേരെ ഇറാൻ പ്രത്യാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഒരു തവണ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ട് ആക്രമണ നീക്കം തടയുകയും ചെയ്തു. ഇറാനുമായി ആണവ ചർച്ച ആരംഭിച്ച ഘട്ടത്തിലായിരുന്നു ട്രംപിന്റെ ഇടപെടൽ. അമേരിക്ക ഉടക്കിയതോടെ സ്വന്തമായി ഇറാനെ ആക്രമിക്കാനുള്ള പടയൊരുക്കത്തിലായിരുന്നു ഇസ്രായേൽ. എന്നാൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ആണവ ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ ആക്രമണത്തിലേക്ക് നീങ്ങുന്നത് അസാധാരണ നീക്കമാണ്. ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഞായറാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. തലസ്ഥാനമായ തെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും നെതാൻസ്, ഖൊറമാബാദ്, ഖൊന്ദാബ് എന്നിവിടങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങളും ആക്രമണത്തിനിരയായി. ഇതിലാണ് ഇറാൻ സൈന്യത്തിലെ സുപ്രധാന വ്യക്തിത്വങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുടെ മുഖ്യ സൂത്രധാരരായിരുന്ന 2 പേരും കൊല്ലപ്പെട്ടെന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നുകഴിഞ്ഞു. രാജ്യത്തെ ഞെട്ടിച്ച വൻ ആക്രമണം നടന്ന് 5 മണിക്കൂർ കഴിഞ്ഞാണ് ഇറാന്റെ ആദ്യ തിരിച്ചടി എത്തുന്നത്. 100 കണക്കിന് ഡ്രോണുകൾ ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി വർഷിച്ചു. പ്രത്യാക്രമണ വിവരം ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ആഘാതവും നാശനഷ്ടങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഡ്രോണുകൾ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന സൈന്യത്തിന്റെ പ്രതികരണം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് വേദനാജനകമായ തിരിച്ചടിയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിനു നേരെ സയനിസ്റ്റ് ഭരണകൂടം അവരുടെ രക്തക്കറ പുരണ്ട ദുഷ്ടകരങ്ങൾ ചൂണ്ടിയിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടെ അവർ ലക്ഷ്യമിട്ടു. മുൻപെങ്ങുമില്ലാത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. കഠിനമായ ശിക്ഷയ്ക്കായി കാത്തിരുന്നോളൂ. ഇറാൻ സൈന്യം ഇതിന് പ്രതികാരം തീർക്കുക തന്നെ ചെയ്യും. ശത്രുവിന്റെ ആക്രമണത്തിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ഉടൻ തന്നെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കും. ഈ ആക്രമണത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി സ്വയം ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും അലി ഖാംനെ വ്യക്തമാക്കി. ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. രക്തക്കൊതിമൂത്ത സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇതുവരെയും യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ സൈന്യം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ വിപ്ലവ ഗാർഡും സൈന്യവും തോളോട് തോൾ ചേർന്ന് ശക്തമായി തിരിച്ചടിക്കും. കൈപ്പേറിയ പാഠമാണ് നെതന്യാഹുവിനെ കാത്തിരിക്കുന്നതെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇറാൻ പൗരന്മാർ ശാന്തരായിരിക്കണമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് യാത്രകളെല്ലാം നിർത്തിവെക്കണം. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്തേക്ക് പോകരുത്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഇറാൻ സൈന്യം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആക്രമണത്തിന് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ഇസ്രായേൽ ആയിരിക്കും അതിന് ഉത്തരവാദികളെന്നാണ് ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ പ്രതികരിച്ചത്. മേഖലയുടെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഈ അപകടകരവും നിരുത്തരവാദപരവുമായ ആക്രമണത്തിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നും ഒമാൻ പ്രതികരിച്ചു. സൗദി അറേബ്യയും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഹീനമായ ആക്രമണമാണ് ഇറാനിൽ നടന്നിരിക്കുന്നത്. ഈ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിനും സുരക്ഷാ കൗൺസിലിനും ഉത്തരവാദിത്തമുണ്ടെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. ആക്രമണ നീക്കം അറിയാമായിരുന്നു, എന്നാൽ ഓപ്പറേഷനിൽ ഭാഗമായിട്ടില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഉണ്ടാകുമെന്നും US വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ നിരവധി സിവിലിയന്മാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പരിക്കേറ്റ 50 പേർ വടക്കൻ തെഹ്റാനിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 35ഉം കുട്ടികളും സ്ത്രീകളുമാണ്. ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവൻ ഫരീദോൻ അബ്ബാസിയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. മുൻ ഇറാൻ പാർലമെന്റ് അംഗം കൂടിയാണ് ഇദ്ദേഹം. ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ ആണവ ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ട മറ്റൊരു പ്രമുഖൻ. ഇസ്രായേൽ ആക്രമണ ഭീഷണികൾക്കിടെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഭൂതപൂർവമായ ആക്രമണമായിരിക്കും ഇസ്രായേൽ നേരിടേണ്ടി വരിക എന്നായിരുന്നു ആ മുന്നറിയിപ്പ്.
ഇറാനെ ആക്രമിച്ചാൽ മേഖല ഒന്നാകെ വലിയ യുദ്ധത്തിന്റെ പാതാളത്തിലേക്കായിരിക്കും പതിക്കുക എന്നായിരുന്നു ഹൂത്തികളുടെ ഭീഷണി.